ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്യാരറ്റ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ് ക്യാരറ്റ് ക്രീം. അതെങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു വലിയ ക്യാരറ്റ് ഇതേപോലെ ചിരണ്ടി എടുക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് ഒന്ന് അടിച്ചെടുക്കുക. നമുക്ക് ക്യാരറ്റിൻ്റെ നീരാണ് വേണ്ടത്. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചെറിയ പീസസായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് അടിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ നീര് മാത്രം പിഴിഞ്ഞെടുക്കുക. നീര് മാത്രം പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ബാക്കിയുള്ളത് മാറ്റി വെക്കാം. അതിനുശേഷം ഈ ഒരു നീരിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂണോളം കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ എന്ന് പറഞ്ഞാൽ ചോളത്തിൻ്റെ പൊടിയാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അത് അവൈലബിൾ ആണ്. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഒട്ടും തന്നെ കട്ടയില്ലാതെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല. കട്ട കെട്ടിപ്പോയാൽ നമുക്ക് ഈ ഒരു ക്രീം അതിൻ്റെതായ കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. സ്കിൻ വൈറ്റനിങ്ങിന് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ്. അറിയാലോ ക്യാരറ്റ് സ്കിൻ വൈറ്റനിങ്ങിന് എത്രത്തോളം സഹായിക്കുന്നുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം നല്ലോണം തിളപ്പിച്ചെടുത്തതിന് ശേഷം അതൊരു ചെറിയ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇത് ക്രീം ഒന്ന് കട്ടിയായിട്ട് വരും. അങ്ങനെ കട്ടിയായി വരുന്ന സമയത്ത് നമുക്കിത് ഈ അടുപ്പത്തുനിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം വേണ്ടി വരും. നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. ആ ഒരു ചൂട് തന്നെ പിന്നെ അത് റെഡി ആയിക്കോളും. അപ്പോൾ ഇതിവിടെ ഏകദേശം ഇതുപോലെ ആകുന്ന സമയത്താണ് നമ്മളിത് മാറ്റിയെടുക്കേണ്ടത് കേട്ടോ. ഏകദേശം വേഗം തന്നെ ആയി കിട്ടും. ഇതിന് മാറ്റി വെക്കാം. അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള മെയിനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതിൽ ആഡ് ചെയ്യുക. അതാണ് നമ്മുടെ ക്രീം കുറച്ച് കാലം കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ആദ്യം തന്നെ വേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഇത് ഞാൻ ഒറ്റ മാത്രമേ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 2 വേണമെങ്കിൽ ഇടാം. ഓയിലി സ്കിന്നുള്ളവർക്കെല്ലാം 2 ഇടാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൽമണ്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ, ഇതിലേതെങ്കിലും ഓയിൽ നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാവുന്നതായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓയിലി സ്കിന്നുള്ളവർക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്രീമി കൺസിസ്റ്റൻസിയും നമുക്ക് നന്നായിട്ട് കിട്ടും. നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് നമുക്കിത് ഉണ്ടാക്കി വെച്ച് സൂക്ഷിക്കുക. ഇത് ഒരു ഫ്രിഡ്ജിൽ നമുക്ക് ഒരു 10-15 ദിവസം വരെ കേടാവാണ്ട് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇത് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ് ഇതിൻ്റെത്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും നല്ലൊരു സ്മെല്ല് ഇതിനുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ക്യാരറ്റ് ക്രീമിനെ കുറിച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിച്ചു തന്നത്. ഇത് രാത്രി ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്ത് മാത്രം മതി. സാധാരണ നമ്മൾ ഫേസ് ക്രീം ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്. വലിയ സൈഡ് എഫക്ട്സോ ഒന്നും ഉണ്ടാവില്ല. ഇതിൽ അലർജി ഒന്നുമില്ല. അപ്പോൾ ഒരു 8 വയസ്സിൻ്റെ മേലുള്ള എല്ലാ കുട്ടികൾക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. മുതിർന്നവർക്കും ഉപയോഗിക്കാം. സ്കിൻ വൈറ്റനിങ്ങിന് ലൈറ്റനിങ്ങിനെല്ലാം സഹായിക്കുന്ന നല്ല അടിപൊളി ക്രീമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.